കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി ഈ ദൈവവചന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഇതിനോടനുബന്ധിച്ച് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവരെയും ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിന്റെ പുസ്തകം 21 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് കണ്ടത് യഹോവയായ ദൈവം എഗസ്കേലിനോട് പറയുന്നു, യെരൂശലേമിന് നേരെ തിരിഞ്ഞ്, വിശുദ്ധ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് ഇസ്രായേലിനെതിരെ പ്രവചിക്കാം എന്ന് പറഞ്ഞ ആ ഭാഗം ഇങ്ങനെ ആരംഭിക്കുന്നു. കുറെ കൂടെ മുൻപോട്ട് വരുമ്പോൾ ഇസ്രായേലിന് വരാൻ പോകുന്ന, യഹൂദയ്ക്ക് വരാൻ പോകുന്ന വലിയ മഹാപീഡനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് യഹോവയായ ദൈവം എഗസ്കേലിനോട് പറയുന്നു, നീ നെടുവീർപ്പിട്ട് ഒടികെ നെടുവീർപ്പിടുക എന്ന് അവർ കാണെ കഠിനമായി നെടുവീർപ്പിടുക എന്ന് പറഞ്ഞ് ദൈവം എസക്കേലിനെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഉത്തരം കൊടുക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം എന്നും കൂടെ കർത്താവ് അവർക്ക് എഗസ്കേലിന് ആലോചന കൊടുക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ പറയുന്നു, വാളിന് മൂർച്ച കൂട്ടി അത് മിനുക്കിക്കൊണ്ടിരിക്കുന്നു, കൊല നടത്തുവാൻ ആ വാള് മൂർച്ചയായിരിക്കുന്നു എന്ന് പറഞ്ഞ് വാളിനെ കുറിച്ച് കാവ്യാത്മകമാകുന്ന പ്രയോഗത്തിലൂടെ അതിനെ വർണ്ണിച്ച് പാടുന്ന ഒരു പദ്യം പോലെ നമുക്കതിനെ തോന്നാറുണ്ട്. എന്നാൽ അതിൻ്റെ ഭാഗം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, അതെന്റെ മകന്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. വാള് എന്റെ മകന്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും അത് നിരസിക്കുന്നു എന്ന് ഇവിടെ യഹോവയായ ദൈവം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് വാൾ എന്ന് പ്രതിനിധീകരിക്കുന്നത് ബാബിലോണിന്റെ സൈനിക ശക്തിയാണ് വാൾ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെബൂഖദ്നേസർ സൈനിക ശക്തി ഉപയോഗിച്ച് യഹൂദയെ കീഴ്പ്പെടുത്തുമെന്നും ആ നിലയിലുള്ളതായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമെന്ന് പറയുന്നു. ഇവിടെ എൻ്റെ മകന്റെ ചെങ്കോൽ എന്ന് പറയുമ്പോൾ യഹൂദ ഗോത്രത്തിലെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട രാജസന്തതിയിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ യഹൂദ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിദക്കിയാവാണ്. നമുക്കറിയാം, ചെങ്കോൽ എപ്പോഴും രാജാവിന്റെ കയ്യിലാണ്. അത് അധികാരത്തെ കാണിക്കുന്നു, രാജകീയ പദവിയെ കാണിക്കുന്നു, അത് റോയൽറ്റിയെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് നിരസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഭരിക്കുന്ന സിദക്കിയാവിന്റെ ഭരണത്തെയും രാജപദവിയെയും അവന്റെ അധികാരത്തെയും വാൾ നിരസിക്കുന്നു, അത് അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അവിടെ വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെയാണ്, അഥവാ ബാബിലോൺ സൈന്യത്തെയാണ്. അപ്പൊ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഈ വരാൻ പോകുന്ന ന്യായവിധി അഥവാ ബാബിലോൺ സൈന്യം അതിക്രമിച്ച് കടന്നു വരുന്നു, അവർ സിദക്കിയാവ് രാജാവാണെന്നോ അല്ല എങ്കിൽ ആ രാജപദവിയെയോ രാജാവിന്റെ അധികാരത്തെയോ അവരതിനെ നോക്കുന്നയില്ല, അതിനൊരു ബഹുമാനവും അതിന് കൊടുക്കാതെ അതിനെ നശിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ
ആ പറഞ്ഞു വരുന്ന അഥവാ സിദക്കിയാവും ആ രാജവംശത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഒന്നടങ്കം നശിക്കപ്പെടും, കൊല്ലപ്പെടും. ഇനിയും രാജചെങ്കോൽ പിടിക്കത്തക്ക നിലയിൽ ആരും ഉണ്ടാകയില്ല എന്നാണ് ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പറയപ്പെടുന്ന പോലെ ചെങ്കോൽ പിടിക്കുവാൻ ആരുമില്ലാത്തതായ ഒരവസ്ഥ. സകലരും, രാജസന്തതിയിൽപ്പെട്ട സകലരും കൊല്ലപ്പെടും. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചിരുന്നു, ഉൽപ്പത്തി പുസ്തകം 49:10 നമ്മൾ വായിച്ചു, അവകാശമുള്ളവൻ വരുവോളം എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവരുടെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഇവിടെ യാക്കോബ് തന്റെ യഹൂദയാകുന്ന മകനെ അനുഗ്രഹിച്ച് പറയുന്ന പദപ്രയോഗമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഈ യെഹെസ്കേൽ പ്രവചനം എഴുതുന്ന എത്ര വർഷം മുമ്പ് എഴുതിയതാ. അതൊരു പ്രവചനാത്മാവിൽ പറഞ്ഞത് പ്രവചനമാണത്. അത് പറയുകയാണ്, അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡും ചെങ്കോലും യഹൂദയിൽ നിന്ന് മാറിപ്പോകയില്ല എന്നെടുത്തു പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, സിദക്കിയാവിനോട് ബദൽ പറയുന്നു, എന്റെ മകന്റെ ചെങ്കോൽ അവർ അംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രവചനം കിടപ്പുണ്ട്. അവകാശമുള്ളവൻ വരുവോളം, ആണ്ടുകളും മാസങ്ങളും യുഗങ്ങളും എത്ര കടന്നു പോയാലും യഹൂദ ഗോത്രത്തിലെ ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അതാണ് അവകാശമുള്ളവൻ. ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന സിദക്കിയാവും കൂടെയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടാലും അത് പൂർണ്ണമായും ആ രാജവംശം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയാലും ആ കുറ്റിയിൽ നിന്നും, അത് എടുത്തു പറയുന്നത്, ആ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അതാണ് യെശയ്യാപ്രവചനം വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന് തോളിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ഇപ്പൊ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ യെഹെസ്കേലിൽ കാണുന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജവംശം മുഴുവനും നഷ്ടപ്പെട്ടു പോയാലും അതിന്റെ കുറ്റിയിൽ നിന്നും, ഇശായിയുടെ രാജവംശത്തിൽ നിന്നും ഒരു കുറ്റിയുണ്ട്, ആ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് വളരെ വ്യക്തമായി പറയും. നാം ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത, നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ ഇവിടെ എല്ലാവരും മരിക്കാൻ പോകുന്നു, രാജസന്ധി എല്ലാവരും മരിക്കുന്നു. എന്നാൽ പറഞ്ഞ വാക്തത്വം അത് നിവർത്തിക്കപ്പെടും. എന്നാണ് ചോദിച്ചാൽ, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല ഭരണങ്ങൾക്കും നീക്കം വരുത്തി അതിനൊരു അന്തം വരുത്തിയിട്ട് മശിക അഥവാ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടുന്ന അവകാശമുള്ളവനായ ക്രിസ്തു മശികയായി ചെങ്കോല് പിടിച്ച് രാജദണ്ഡുമായി ഈ ഭൂമിയിൽ ഒരു രാജ്യവാഴ്ച നടത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സകലതും പോയെന്ന് പറഞ്ഞാലും ഈ അവകാശമുള്ളവൻ ഇശായിയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുന്ന പോലെ അവിടുന്ന് പൊട്ടി പുറപ്പെട്ട മശിക ഇന്ന് കാണുന്ന സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാത്തിനും ഒരന്തം വരുത്തിയിട്ട്
ഈ രാജ്യഭരണം പോലെ രാജദണ്ഡും ചെങ്കോലും ഉപയോഗിച്ച് തന്റെ ഭരണം ഇവിടെ നടത്തും. അന്ന് സകല ജാതികളും ആ അധികാരത്തിനും കീഴിലായിത്തീരും. ഒരു യാഥാർത്ഥ്യം ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട വസ്തുതയുണ്ട്. മശിഹ വരും, തന്റെ രാജ്യം സ്ഥാപിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ, ഒരു വലിയ വാഞ്ച ഉണ്ടാകട്ടെ. മശിഹ വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞാനും ആ രാജ്യത്തിൽ കാണും. ഞാനും അതിനകത്തൊരു അംഗമായിരിക്കും. ഞാനും അതിൽ കണ്ട് സന്തോഷിക്കും. ഇന്ന് ഞാൻ വിശ്വാസത്താൽ ഈ വചനം വായിക്കുന്നു, വിശ്വാസത്താൽ പഠിക്കുന്നു, വിശ്വാസത്താൽ ഞാനത് കേൾക്കുന്നു, വിശ്വാസത്താൽ ഞാനത് കാണുന്നു. എന്നാൽ ആ അവകാശമുള്ളവനെ രാജദണ്ഡം ഉപയോഗിച്ച് ചെങ്കോലും പിടിച്ച് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വന്ന് രാജവാഴ്ച നടത്തുമ്പോൾ ഞാനത് കാണും എന്ന് ഒരു പ്രത്യാശയും ധൈര്യവും വിശ്വാസവും ഉറപ്പും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ ഈ പ്രാരംഭ സമയം നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. അതിന് ലക്ഷണങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ലോകത്ത് എവിടെ നോക്കിയാലും അതിന് ലക്ഷണങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ മശിഹ അവകാശമുള്ളവൻ വരുവാൻ സമയമായി. അതിന്റെ ധ്വനികൾ പലയിടങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, ധൈര്യം വർദ്ധിക്കട്ടെ, നമ്മുടെ ഉറപ്പ് വർദ്ധിക്കട്ടെ. ഞാൻ കാണുമെന്ന വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. നമുക്കിനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. 21 അധ്യായത്തിന്റെ 11 മുതൽ 13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുസ്തകം ചാപ്റ്റർ 21 വേഴ്സസ് 11 to 13. ഉപയോഗിക്കാൻ തക്കവിധം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു. കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുക്കുവാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയുമിരിക്കുന്നു. മനുഷ്യപുത്ര, നിലവിളിച്ച് മുറയിടുക. അത് എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എന്റെ ജനത്തോടു കൂടെ വാളിനെ ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിൽ അടിക്കുക, അതൊരു പരീക്ഷയല്ലോ. എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇവിടെ കൊലയാളിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ എന്നൊരു പദപ്രയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊല്ലുന്നതിന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. അതായത് ബാബിലോൺ സൈന്യം യഹൂദയ്ക്കും യെരുശലേമിനും എതിരെ വരും. കാരണം ദൈവ ന്യായവിധിയുടെ വാൾ ഈ കൊലയാളിയാകുന്ന ബാബിലോണിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാൾ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ബാബിലോൺ സൈന്യത്തെയും അതിന് ശക്തിയെയുമാണ്. ഈ പദത്തിന്റെ അർത്ഥം നെബൂഖദ്നേസറിന്റെ സൈനിക ശക്തി എന്നുള്ളതാണ്. യഹൂദ രാജ്യത്തോട് ഈ കടന്നു വരുന്ന ബാബിലോൺ സൈന്യമോ രാജാവോ യാതൊരു ബഹുമാനവും കാണിക്കയില്ല, തരികയില്ല. അതിലെ രാജാക്കന്മാർക്ക് അഥവാ അനന്തരാവകാശികളായിരിക്കുന്ന രാജകുടുംബത്തിൽപ്പെട്ടവർക്ക് ചെങ്കോൽ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ആരും കാണുകയില്ല, ഒരു ബഹുമാനവും ലഭിക്കയില്ല. ബാബിലോൺകാർ യെരുശലേമിനെ ഉപരോധത്തിൽ കൊണ്ടുവന്നു അതിനെ വെട്ടിമാറ്റും എന്നുള്ള രാജ്യഭരണം അവിടെ അവസാനിപ്പിക്കുമെന്നാണ്. അത് വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. സിദെക്കീയാവിന് ശേഷം പിന്നെ ഇതുവരെയും യെരുശലേമിൽ ഒരു രാജാവും ഭരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇനി അത് പിടിക്കാൻ യോഗ്യനായവൻ, ആ ചെങ്കോലും
രാജദണ്ഡം പിടിക്കാൻ യോഗ്യനായവൻ ഒരുത്തനേ ഉള്ളൂ. ആ അവകാശമുള്ളവൻ യിശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടുന്നതുപോലെ ആ കുറ്റിയിൽ നിന്നും മഷിക വരും. മഷികയ്ക്ക് മാത്രമേ ആ ചെങ്കോൽ പിടിക്കുവാൻ, രാജദണ്ഡ് ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ വാളിന്റെ മിനുക്കവും മൂർച്ച കൂട്ടുകയും ബാബിലോൺ സൈന്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനെയാണ് കാണിക്കുന്നത്. മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു, കൊല്ലുന്നതിന് ആ കയ്യിൽ കൊടുപ്പാൻ ഈ വാള് മൂർച്ച മിനുക്കിയിരിക്കുന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പടയാളികൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ അയാൾ തയ്യാറെടുക്കുന്ന ആ തയ്യാറെടുപ്പിനെ കുറിച്ചാണത് പറയുന്നത്. 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക എന്ന് പറഞ്ഞു. നിലവിളിച്ച് മുറയിടുക. ദൈവം വീണ്ടും പ്രവാചകനെ ഒരു വികാരഭരിതമാകുന്ന ഒരു പ്രകടനത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവം ശ്രമിക്കുകയാണ്. അവന്റെ വികാരത്തെ തട്ടി ഉണർത്തി അവന്റെ ദുഃഖം, ആഴത്തിലുള്ള ദുഃഖത്തിന്റെ ഒരു തലത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ അതിന് മുമ്പ് നമ്മൾ കണ്ടു, നിന്റെ നടു ഒടിയത്തക്ക നിലയിൽ നീ നെടുവീർപ്പിടുക, മറ്റുള്ള കാൺക നീ കഠിനമായി നെടുവീർപ്പിടുക. ഇവിടെ പറയുന്നു നിലവിളിച്ച് മുറയിടുക എന്നെടുത്തു പറയുന്നു. ഈ നിലവിളിച്ച് മുറയിടുക എന്ന പദത്തിന്റെ അർത്ഥം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പദത്തിന്റെ ഒറിജിനൽ അർത്ഥം എന്ന് പറയുന്നത്, ഒന്ന് വേദനയിൽ നിലവിളിക്കുക, ഒന്നുകൂടി പറഞ്ഞാൽ രണ്ടാമത്തത് അലറുക എന്നാണ്. രണ്ട് ഗ്രീക്ക് പദങ്ങൾ, എബ്രായ പദങ്ങൾ, ഒന്ന് സാക്ക് എന്നും മറ്റൊന്ന് യലാൽ എന്ന് പറയുന്ന രണ്ട് എബ്രായ പദങ്ങളാണ് നിലവിളിച്ചു മുറയിടുക എന്നതിന് കൊടുത്തിരിക്കുന്നത്. സാക്ക് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് നിലവിളിക്കുക, യലാൽ എന്ന് പറയാൻ അലറുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആഴത്തിലുള്ള ഒരു ദുഃഖത്തിന്റെ വികാര പ്രകടനമാണ്. വേദനയിൽ അലറി നിലവിളിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിലോ ദേഹത്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ നമ്മൾ കരയും. പക്ഷെ ആ കരച്ചിൽ അലറി മുറയിടുകയോ അലറി കടന്ന് നിലവിളിക്കുകയോ ചെയ്യത്തില്ല. ഒരല്പനേരത്തെ ഒരു കരച്ചിൽ കാണും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ. എന്നാൽ നമ്മുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവർ, ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ആരെങ്കിലും നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ നിലവിളി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന മുറിവിൽ നിന്നുണ്ടായൊരു നിലവിളിയാണ്. ദേഹത്ത് മുറിവുണ്ടാകുമ്പോൾ നിലവിളിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മെ വിട്ടിട്ട് പോകുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന നിലവിളിയും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മെ വിട്ടിട്ട് പോകുമ്പോൾ അത് പറയാനുള്ള കാരണം, ഞാൻ ഇതിന് മുൻ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്, ഏകജാതൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിലവിളി പോലെ നീ നിലവിളിക്ക എന്ന് യെഹെസ്കേലോട് പറയുന്നുണ്ട്. അപ്പൊ എന്നതുപോലെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ വേദനയിൽ അലറിക്കടന്ന് നിലവിളിക്കും. അലറിയാണ് നിലവിളിക്കുന്നത് ആരെങ്കിലും നമ്മളെ വിട്ടു പോകുമ്പോൾ. അത് സാധാരണ നിലവിളിയല്ല. അതുപോലെ ഇവിടെ നിലവിളിക്കണമെന്നാണ് യെഹെസ്കേലിനോട് ദൈവം ആവശ്യപ്പെടുന്നത്. അതില് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കോപവും അതിൻ്റെ അകത്തുണ്ട്, ദൈവത്തിന്റെ സ്നേഹവും അതിൻ്റെ അകത്തുണ്ട്.
കോപം എന്താന്ന് ചോദിച്ചാൽ, ഈ ജനം എന്നോട് മത്സരിച്ച് പാപം ചെയ്തു, അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണം. ഇത് പറയുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു സ്നേഹം, ഒരു കരുണ ഉള്ളത് കൊണ്ടാണ് യെഹെസ്കേലിനോട് പറയുന്നത്, മറ്റുള്ളവർ കാൺക നീ നെടുവീർപ്പിട്ട് കരയുക. അങ്ങനല്ലേ പറയുന്നേ? അതിന്റെ 6-ാം വാക്യം നിങ്ങൾ നോക്കിയത്, അവർ കാൺക കഠിനമായി നെടുവീർപ്പിട്ട് കരയുക. അവർ കാൺക, മറ്റുള്ളവർ കാണണം എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ അലമുറയിട്ട് നിലവിളിച്ച് നെടുവീർപ്പിട്ട് നടുപൊട്ടുന്ന നിലയിൽ കരയുമ്പോൾ മറ്റുള്ളവർ കാണും. കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇത് ഉത്തരം പറയും. അങ്ങനെയെങ്കിലും ഈ ജനം മാനസാന്തരപ്പെടണം, ഇവർ രക്ഷപ്പെടണമെന്ന് ദൈവത്തിന് വിഷയ ഹൃദയത്തിന്റെ അകത്ത് കാണാം. അതുകൊണ്ട് ഈ അലമുറയിടുക എന്ന് പറയുന്നത് കൊണ്ടും നിലവിളിച്ച് മുറയിടുന്ന പറയുന്ന അർത്ഥം, കോപമുണ്ട്, അതേസമയം ഹൃദയത്തിന്റെ അകത്തൊരു കനിവിന്റെ, ഒരു സ്നേഹത്തിന്റെ, ഒരു കരുതലിന്റെ ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവർ കാൺക മുറയിടുക, അലറിക്കരയുക എന്നൊക്കെ പറയുന്നതിനാൽ ഇത് കണ്ടിട്ടെങ്കിലും ഒരുത്തനെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഡോക്ടർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറയുണ്ടായി, ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ് എന്നതുപോലെ തന്നെ ഈ യെഹെസ്കേലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ളവർ കാൺകെ യെരുശലേമിന് വരാൻ പോകുന്ന വാളിനെ കുറിച്ച്, വാൾ ചെയ്തെടുക്കാൻ പോകുന്ന നാശത്തെ കുറിച്ച്, പദവി നഷ്ടപ്പെടുന്നു, രാജ്യം നഷ്ടപ്പെടുന്നു എന്നിവയെ കുറിച്ചുള്ളതായ ഒരു കാര്യം ഹൃദയത്തിന്റെ അകത്ത് കേട്ടിട്ട് ജനത്തെ അറിയിക്കണം. എങ്ങനെയെങ്കിലും ഇത് കേട്ടിട്ട് ഒരുത്തനെങ്കിലും രക്ഷപ്പെടണം, ഈ ഒരു ആഗ്രഹത്തിലാണ് യെഹെസ്കേലിനെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എന്റെ മനസ്സിനകത്ത് ഓടി വന്നൊരു കാര്യം, ക്രോധമുണ്ട്, അതേസമയം തന്നെ ഹൃദയത്തിന്റെ അകത്തൊരു സ്നേഹമുണ്ട്. ഇവിടെ വായിക്കുന്ന വേദനയിൽ അലമുറയിട്ട് നിലവിളിക്കുക. ധാരണ പറഞ്ഞ യെഹെസ്കേലിനുള്ള ദൂത, നീ അത് ചെയ്യണം, മറ്റുള്ള കാണുക ചെയ്യണം. എങ്ങനെ സ്വാഭാവികമായിരിക്കുന്ന ഒരു വ്യക്തി ഇത് കേട്ടിട്ട് എങ്ങനെ അലമുറയിട്ട് കരയാൻ എങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവൻ ആ വിഷയമായി താതാത്മ്യപ്പെടണം. അതെന്റെ വിഷയമാണ്, അതെന്റെ കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ കഴിഞ്ഞ നാളിൽ കണ്ട എൻ്റെ ബന്ധുക്കൾ, എൻ്റെ മറ്റേ ഗോത്രത്തിൽപ്പെട്ടവർ എന്ന ഒരു ബോധ്യം ഹൃദയത്തിന്റെ അകത്ത് വന്നിട്ട് അവർ നഷ്ടപ്പെടുമല്ലോ, അവരെ ജീവൻ നഷ്ടപ്പെടുമല്ലോ എന്ന ഒരു ഹൃദയത്തിന്റെ അകത്ത് വലിയൊരു ദുഃഖമുണ്ടായിരിക്കണം. അങ്ങനെ വേണം നിലവിളിക്കേണ്ടത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അന്നത്തെ പ്രവാചകന്റെ കഷ്ടപ്പാട് ശ്രദ്ധിക്കണം. ഇന്നുള്ള പ്രവാചകന്മാരെ പോലെയല്ല. ഇന്നുള്ള പ്രവാചകന്മാർ തൊടുന്നും പിടിക്കുന്നെല്ലാം പ്രോസ്പെരിറ്റി പറയും, എല്ലാവരെയും അവിടെ ഇവിടെയും കൊണ്ടുപോകുന്ന ദൂതും പറഞ്ഞ് അവരെല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് പോകും. അന്നത്തെ പ്രവാചകൻ ആരും സന്തോഷിച്ചാലും കൊള്ളാം, സന്തോഷിച്ചില്ലാൻ കൊള്ളാം, ദൈവം കൊടുക്കുന്ന ദൂത അത് അതുപോലെ പറഞ്ഞോണം. തന്നെയല്ല, ജനത്തിന്റെ മുൻപിൽ പോയി ആ ജനത്തിന് വരാൻ പോകുന്ന നാശത്തെ ഓർത്തിട്ട് അത് അവന്റെ ദുഃഖമായി ഏറ്റെടുത്തിട്ട് അവൻ അതുപോലെ അലമുറയിട്ട് കരയണം. ഇതൊരു പ്രവാചകന്റെ ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ ദൈവദാസന്മാരും ഞാൻ ഉൾപ്പെടെ പലപ്പോഴും അത് മറന്നുപോകുന്നവരാണ്.
അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോടും ദൈവദാസന്മാരോടും ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ നമ്മൾ കാര്യം ചെയ്യേണ്ടത് വരുവാൻ പോകുന്ന ഒരു ന്യായവിധിയുടെ നടുവിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽവാസികൾ അതിൻ്റെ അകത്ത് വെന്തെറിഞ്ഞ് ചാകരുന്ന ഒരു അനുഭവത്തിലേക്ക് വരല്ലേ എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന, അലമുറയിടുന്ന, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ഈ ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ നമ്മൾക്ക് കഴിയത്തുള്ളൂ. ഇവിടെ അവൻ യഹൂദയെയും യെരൂശലേമിനെയും ആക്രമിക്കും. ബാബിലോൺകാര് യഹൂദയെ നശിപ്പിക്കുവാൻ ദൈവം അവനെ അയച്ചിരിക്കുകയാണ്. ബാബിലോൺ രാജാവും സൈന്യവും യെരൂശലേമിലെ ഭരണാധികാരികളെ കൊല്ലും. അവിടെയുള്ള പലരെയും അവൻ കൊല്ലും. അത്തരമൊരു സന്ദേശം യെഹെസ്കേലിനെ വളരെ ദുഃഖിതനാക്കി തീർക്കുന്നു. അതിനാൽ അത് പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉറക്കെ കരയുവാൻ ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ആ 13ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നില്ലേ? ആ വാക്യം ഇങ്ങനെയാ, അതൊരു പരീക്ഷയല്ലോ, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഭയങ്കര അർത്ഥവത്തായ ഒരു പദപ്രയോഗം അത്. അലമുറ നിലവിളിച്ച് കരയുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവർ എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്മേലും സകല ജനത്തിന്മേലും ഇതാ വാൾ വരാൻ പോകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അവിടെ ഇത് പറഞ്ഞു, ഇതൊരു പരീക്ഷയല്ലോ, അതൊരു പരീക്ഷയല്ലോ. എന്നിട്ട് എന്താ പറയുന്നേ? എന്നെ നിരസിക്കുന്ന, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അത് വലിയൊരു ചോദ്യമാണ്. അതിനാൽ തന്നെ പ്രകടിപ്പിക്കുവാൻ, ഉറക്കെ കരയുവാൻ ദൈവം പറയുകയാണ്. കാരണം യഹൂദ എന്ന് പറയുന്ന ജനത ഒരു പരീക്ഷയ്ക്കകത്തേക്ക് പോവുകയാണ്, ഒരു ശോധനയിലേക്ക് പോവുകയാണ്. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് അകന്നു പോയിരുന്നു. ദൈവം അവരെ ശിക്ഷിക്കുന്നത് എന്ന് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു. ദൈവം അതിനുവേണ്ടി ബാബിലോൺകാരെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം പറഞ്ഞ കാര്യമുണ്ട്, ഇത് പരീക്ഷയല്ലോ, ഇതൊരു വലിയ പരീക്ഷയാണ്, ശോധനയാണ്. ഈ ശോധന നടുവിൽ നീ നിലവിളിച്ച് അലമുറയിട്ട് നീ ദുഃഖിച്ച് നിലവിളിച്ച് കരയണം. അടുത്ത പദപ്രയോഗത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതായാൽ എന്ന് പറഞ്ഞാൽ, ചെങ്കോൽ എന്ന് പറഞ്ഞ രാജാവിനെയും രാജ്യത്വത്തെയും രാജ അധികാരത്തെയും കാണിക്കുന്നു. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, രാജാവും രാജ്യവും നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? നിങ്ങൾക്ക് ഇന്ന് ഒരു രാജാവ് പോയാൽ അടുത്തൊരു രാജാവുണ്ട്. നിങ്ങളുടെ രാജാവ് പോയാലും ശരി, നിങ്ങൾക്ക് ആ രാജവംശത്തിൽ നിന്നും ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയും. എന്നാൽ രാജാവും നഷ്ടപ്പെടുന്നു, രാജ്യവും നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഇവിടെ കർത്താവ് ചോദിക്കുന്നത്. അതാണ് പറയുന്നത്, ഇത് പരീക്ഷയല്ലോ, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ, നിരസിക്കപ്പെടുന്ന ചെങ്കോൽ തന്നെ, ആ അധികാരം തന്നെ, ആ രാജ്യം തന്നെ, ആ സ്ഥാനം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയാൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യം പൂർണ്ണമായും നഷ്ടപ്പെടുവാൻ പോകുന്നു. അങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അതിന്റെ 12ാമത്തെ വാക്യം അവസാനം പറയുന്നു, ആകയാൽ
ഒന്ന് വായിച്ചേ. ആകയാൽ നീ തുടയിൽ അടിക്കുക, അതൊരു പരീക്ഷയല്ലോ. ഓക്കെ, എന്നാൽ നീ തുടയിൽ അടിക്കുക, അതൊരു പരീക്ഷയല്ലോ. ആ പരീക്ഷയെ കുറിച്ച് പറയുന്നത് താഴെ. എങ്ങനത്തെ പരിശോധനയാ? കുറെ ആളുകളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതല്ല, ഏതെങ്കിലും രാജാവിനെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിൽ കൊണ്ടുപോയതല്ല, വെറും ഒരു യുദ്ധം നടത്തി ജയിച്ചു അതിനെ കീഴടക്കിയതല്ല. അതിന്റെ അപ്പുറത്തായി രാജകുടുംബത്തിലുള്ള അവസാനത്തെ രാജാവിനെ വരെ കൊല്ലുന്നു, രാജവംശത്തിലുള്ളവരെ എല്ലാം കൊല്ലുന്നു. ഒരു വിധത്തിലും അതിന്റെ അകത്തുനിന്നും ഒരു രാജാവും ഉണ്ടാകാത്ത നിലയിൽ രാജ്യം നഷ്ടപ്പെടും, രാജ അധികാരം നഷ്ടപ്പെടും, രാജസ്ഥാനം നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ഥിതി എന്തായിത്തീരും? അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? ഏകദേശം 70 വർഷം രാജ്യമില്ലാത്തവരായി, രാജാവില്ലാത്തവരായി, എവിടെന്നറിയാത്തവരായി കുറെ എണ്ണം ബാബിലോണിൽ തെക്ക് വടക്ക് പ്രവാസത്തിനകത്ത് കഴിഞ്ഞില്ലേ? ഒരുപാടെണ്ണം അവർ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ അവർ കടന്നു പോകേണ്ടി വന്നില്ലേ? പ്രവാസത്തിൽ പോയ പലരും അവിടെ തന്നെ മരിച്ചടക്കപ്പെട്ടു. പുതിയൊരു ജനത പ്രവാസത്തിൽ വെളിയിൽ വന്നു. നോക്കണം, എന്താ സ്ഥിതി? സ്ഥിതി പൂർണ്ണമായും മാറ്റപ്പെട്ടില്ലേ? അതുകൊണ്ട് പറയാണ്, നീ തുടയിൽ അടിക്കുക. തുടയിൽ അടിക്കുക എന്ന് പറയുന്നത് ജനത്തിന്റെ മേൽ വരുന്ന സമ്പൂർണ്ണ നാശം എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു പരീക്ഷയല്ല, വെറും ഒരു ശോധനയല്ല, ഇത് വലിയ പരീക്ഷയാണ്. അതാണ് എടുത്തു പറയുന്നത്, ഇത് വലിയ പരീക്ഷയാണ്. അതുകൊണ്ട് നീ തുടയിലടിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇങ്ങനെയാണ്: നിരാശയുടെയും ദുഃഖത്തിന്റെയും ഒരു ഭാഗ്യപ്രകടനമാണ് തുടയിലടിക്കുക എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ജെരമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയീം വിലപിക്കുന്നത് ഞാൻ നല്ലവിധം കേട്ടിരിക്കുന്നു. നോക്കണം, ആ റെഫറൻസ് ഒന്നും പറഞ്ഞോട്ടെ. ജെരമ്യ ചാപ്റ്റർ 31 വേഴ്സ് 19. ജെരമ്യ 31:19. അവിടെ ജെരമ്യ പറയുന്ന ആ ഭാഗം ഒന്നുകൂടി വായിച്ചേ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തനിക്കുണ്ടായ നഷ്ടത്തെ കുറിച്ച് അവർ അകന്നുപോയി, അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആ വലിയ നിരാശ നിമിത്തം അവർ തുടമേൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ നിരാശയുടെയും ദുഃഖത്തിന്റെയും ആഴത്തിലുള്ളതായ ഒരു ഭാഗ്യപ്രകടനമാണത് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു സൈഡിൽ കർത്താവ് സ്നേഹിക്കുന്നു, ജനം ഇത് കാണണം, എങ്ങനെയെങ്കിലും കണ്ടിട്ട് രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. മറു സൈഡിൽ യെഹെസ്കേലോട് പറയുകയാണ്, നീ തുടമേൽ അടിക്കുക, വലിയ പരീക്ഷയാണ് വരാൻ പോകുന്നത്. രാജാവും രാജസ്ഥാനവും സകലവും നഷ്ടപ്പെടുന്ന അനുഭവം എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ആ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. യെഹെസ്കേൽ 21:13. അതൊരു പരീക്ഷയല്ലോ, എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ ഇതൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ്. ഈ വാൾ, ഈ ബാബിലോൺ, വാൾ എന്ന് ഉദ്ദേശിക്കുന്ന ബാബിലോൺ, വടി എന്ന് ഉദ്ദേശിക്കുന്ന ചെങ്കോൽ. ആരുടെ ചെങ്കോൽ? യഹൂദയുടെ ചെങ്കോൽ. അതിനെ നിന്ദിക്കുന്നു, അതിനെ നിരസിക്കുന്നു. അതായത് യഹൂദയുടെ ചെങ്കോലിനെ
ബാബിലോൺ സൈന്യം നിന്ദിക്കുന്ന ഒരു കെയറും കൊടുക്കുന്നില്ല, ഒരു പ്രാധാന്യതയും ആ രാജ്യാധികാരത്തിന് കൊടുക്കുന്നില്ല. പ്രഭുക്കന്മാർ മാത്രമല്ല, രാജകുടുംബത്തെയും യഹൂദ കുടുംബത്തെയും മുഴുവനുമായി ഛേദിച്ചു കളയും. വചനം സൂചിപ്പിക്കുന്ന പോലെ ചെങ്കോലിനെ, ആ ഭരണത്തെ അട്ടിമറി നടത്തുക, പൂർണ്ണമായും അട്ടിമറി നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അട്ടിമറിക്കുക, ഇത് തീർച്ചയായും വലിയൊരു പരീക്ഷണമാണ്. എന്നിട്ടും അത് അങ്ങനെ ആയിരിക്കുമെന്ന് അത് അറിയിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണ്. 430 വർഷം അവർ ഈജിപ്തിൽ പാർത്തതിനേക്കാൾ വലിയ പരീക്ഷണ ഘട്ടമാണ് ഇപ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. യെഹെസ്കേലിന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഉറ്റവർ, തൻ്റെ ഉടയവർ, തൻ്റെ ഫ്രണ്ട്സ്, തൻ്റെ നെയ്ബേഴ്സ് ഒക്കെ ആ കൂട്ടത്തിൽ കാണാം. അതുകൊണ്ടായിരിക്കാം താൻ കരയുവാൻ താൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ സ്ഥിതി എന്തായിത്തീരും. നമുക്കിനി 14 മുതൽ 17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക. വാൾ നിഹിതന്മാരുടെ വാൾ തന്നെ 3 മടങ്ങായി ഭവിക്കട്ടെ. നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു. അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻ മുന അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വച്ചിരിക്കുന്നു. അയ്യോ, അത് മിന്നൽ പോലെ ഇരിക്കുന്നു, അത് കൊലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു. പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല തിരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക. ഞാനും കൈ കൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമുള്ള സമയത്ത് കൂടി ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു നിർത്താം. കർത്താവ് സ്വന്തം ജനത്തോടെ കോപിക്കുന്നു. ആ കോപം ഉണ്ടായിട്ട് യെഹെസ്കേലിന് പറയുകയാണ്, കൈ കൊട്ടുക. തന്നെ അടുത്ത പറയുന്നത് വാൾ നിഗതന്മാരുടെ വാൾ തന്നെ എന്ന് പറയുന്നത്. കൈ കൊട്ടുക. യെഹെസ്കേലിന്റെ കൈ കൂട്ടി അടുപ്പിക്കുകയാണ്. ആ കൂട്ടി അടുപ്പിച്ചതിനെ കുറിച്ച്, അല്ലെ കൈ കൊട്ടി എന്നതിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ കർത്താവ് തന്നെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്റെ ക്രോധത്തെ ശമിപ്പിക്കാൻ ഞാനും കൈകൊട്ടി എന്റെ കോപത്തെ ശമിപ്പിക്കും. അപ്പൊ ഇവിടെ കൈകൊട്ടിയത് ഒന്ന് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം ഇവിടെ കൈകൊട്ടിയത്. യെഹെസ്കേലിനോട് കൈകൊട്ടാൻ പറഞ്ഞതും യഹോവയായ ദൈവത്തിന്റെ കോപം ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം അവനോട് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറയുന്നത് കൈകൊട്ടുക എന്ന് പറയുന്ന നെഞ്ചത്ത് പക്ഷേ 2 കൈയും കൊണ്ട് ചേർത്ത് അടിക്കുന്നതായിരിക്കാം എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും 17-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അത് ദൈവത്തിന്റെ കോപം ശമിക്കുവാൻ വേണ്ടി ആണെന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, മറ്റു ചില പണ്ഡിതന്മാർ പറയപ്പെടുന്നത് ഈ ചലനം പൂർത്തിയായ ഒരു ജോലിയുടെ അടയാളമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാം പൂർത്തീകരിച്ചു, ഇനി എല്ലാം സംഭവിക്കാൻ സമയമായി, അതായിരിക്കാം എന്നും ഇതിനർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യെഹെസ്കേൽ ഈ ഭാഗം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു, നീ കൈകൊട്ടുക. ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, ഞാനും എന്ന് പറയും, ഞാനും കൈകൊട്ടി എന്റെ കോപത്തെ ശമിപ്പിക്കാം. അപ്പോൾ യെഹെസ്കേലിനോട് പറഞ്ഞതും തൻ്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കണം. വാൾ അവിടെ വായിക്കുന്നു, വാൾ വേഗത്തിൽ ചലിക്കുന്നതായി ഇവിടെ ആ കവിതാ രൂപത്തിൽ പറയുന്ന അങ്ങനെയാണ്, വേഗത്തിൽ ചലിക്കുന്നു, മിന്നൽ പോലെ ചുറ്റുന്നു എന്നൊക്കെ വായിക്കുന്നു.
ഇത് ഒരു വാളെന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് തന്നെയും, പക്ഷെ പദപ്രയോഗത്തിനകത്ത് ഒരു വാളല്ല, പല വാളുകളായി നമുക്ക് ഈ തോന്നിക്കാം. ഒരുപക്ഷെ സൈന്യം മൊത്തത്തിൽ വന്ന് ആക്രമിക്കുന്നത് കാവ്യാത്മക രൂപത്തിൽ അതങ്ങനെ വർണ്ണിച്ചതായിരിക്കാം. അടുത്ത വായിക്കുന്നത് ജനത്തിന് ചുറ്റുമുണ്ട്, അവരെ അത് എല്ലാ വശങ്ങളിൽ നിന്നും കൊല്ലും. ഏത് വശത്ത് പോയാലും ഏത് കോണിൽ പോയാലും അവിടേക്ക് ഈ വാൾ ചെല്ലും. ആ വാളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയില്ല. അത് എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ മരിക്കുന്നു. ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എടുത്തു പറയുന്നു, വാതുക്കൽ എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതാണ്ട് ആ 16-ാമത്തെ വാക്യം, പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല തിരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക. നോക്കണം, വായ്ത്തല പുറപ്പെടുന്നേക്ക് തന്നെ അത് പുറപ്പെടും. ഇനി അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു, അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വെച്ചിരിക്കുന്നു. ഞാൻ വാളിന്റെ മുനയെ അവരുടെ എല്ലാ വാതിലിനെയും വാതുക്കെ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം തന്റെ കോപം അത്രമാത്രമായിരിക്കുന്നു. അവരെ കൊല്ലുവാൻ വേണ്ടി വാള് റെഡിയാക്കി അത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ വാക്കയോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഈ ഭാഗങ്ങളൊക്കെ കണ്ടത്, ഒന്ന് യഗസ്കേലിലൂടെ ദൈവം ചില പ്രകടനം നടത്തും. ഒന്ന് പറയുന്നു, നീ ഒടിക നെടുവീർപ്പിടുക, മറ്റുള്ളവർ കാണുക നെടുവീർപ്പിടുക. മറ്റൊരു ഭാഗത്ത് പറയുന്നു, നീ നന്നായി ആഴത്തിൽ നിലവിളിച്ച് കരയുക. മറ്റു ഭാഗത്ത് വായിക്കുന്നു, നീ കൈകൊട്ടുക, ഞാനും കൈകൊട്ടുക. ഈ ഭാഗത്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു കോണിലൂടെ ക്രോധം മൂത്തു നിൽക്കുന്ന, അങ്ങേറ്റമെത്തി നിൽക്കുന്ന യഹോവയായ ദൈവവും അതിൻ്റെ അകത്തു നിന്നും ഇത് കണ്ടിട്ടെങ്കിലും ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് യഗസ്കേലിലൂടെ പല ബാഹ്യ പ്രകടനങ്ങൾ കണ്ടിട്ടെങ്കിലും ചിലർ മാനസാന്തരപ്പെട്ടെന്ന് ചിന്തിക്കുന്ന സ്നേഹനിധിയായ ദൈവം. രണ്ട് കാര്യത്തിലുള്ള, ഒന്ന് ക്രോധം ഇങ്ങനെ നിൽക്കുകയാണ് കൊല്ലുവാൻ, മറു സൈഡിൽ കാരണം ഇത് പ്രവാസത്തിലിരിക്കുന്നവർ ആർക്കും യഹോവയായ ദൈവം യഗസ്കേലിൽ പറയുന്ന കാര്യം അറിയത്തില്ല. അത് അറിയിക്കണം. അത് അറിയിക്കേണ്ട വിധമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. നീ ഈ നിലയിൽ അലമുറയിട്ട് കരയണം, നീ നടുവൊടിയത്തക്ക നിലയിൽ നീ നെടുവീർപ്പിടണം, നീ അലറി കീറി കരയണം. ഇത് മറ്റുള്ളവർ കാണും. കാണുമ്പോൾ ചോദിക്കും, അങ്ങനെയെങ്കിലും ഒരുവൻ മാനസാന്തരപ്പെടട്ടെ, ഈ ന്യായവിധി രക്ഷപ്പെടട്ടെ എന്നാണ് യഹോവയായ ദൈവത്തിന്റെ ആഗ്രഹം. ഞാനൊരു വാക്കിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ രാത്രി ഒന്നിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ച് നിർത്തി. ഒന്ന്, അധികാരം അവകാശമുള്ളവൻ വരും, അവൻ ചെങ്കോൽ ഏറ്റെടുക്കും. ഇന്ന് വരെ യഗസ്കേൽ ഇത് പറഞ്ഞ സിദെക്കീയാവിന്റെ കാലഘട്ടത്തിന് ശേഷം ഇന്ന് വരെ ആരും ആ ചെങ്കോൽ ഉപയോഗിച്ചിട്ടില്ല. എന്ന ചെങ്കോൽ ഉപയോഗിക്കാൻ അവകാശമുള്ളവൻ വരും. ആ കൂട്ടത്തിൽ നമ്മളും, പുതിയ ഇസ്രായേലായി നമ്മളും ആ കൂട്ടത്തിൽ കാണണം. രണ്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി, നശിക്കുന്ന ജനത്തിന് വേണ്ടി, നമ്മുടെ സ്വന്തം ജനം നമ്മുടെ സ്വന്തമാണെന്നും ഉത്തരവാദിത്വ ബോധത്തോടെ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുക. മറ്റൊന്ന്, ഈ സദ്വർത്തമാനം നാം മറ്റുള്ളവരെ അറിയിക്കുക. ഡോക്ടർ എടുത്തെടുത്ത് പ്രാർത്ഥിച്ച പദമാണ്, നാം മറ്റുള്ളവരെ അറിയിക്കുക. വരുവാൻ പോകുന്നൊരു കോപ ദിവസമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അതിനകത്ത് രക്ഷപ്പെടുവാൻ മാനസാന്തരപ്പെടണമെന്ന് ശക്തമായി നമുക്ക് വിളിച്ചു പറയാം. അതിനുവേണ്ടി ദൈവം നമ്മുടെ നാവുകളെ ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി എഴുതുവാൻ ദൈവം നമ്മുടെ കരങ്ങളെ ചലിപ്പിക്കട്ടെ. അതിനുവേണ്ടി ഏത് വിധത്തിലും പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കിയെടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടുകൂടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.